സൈനബ ബീവി റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും സന്താന പരമ്പരകളുള്ള മകളാണ് സൈനബ ബീവി. നമ്മൾ മറന്നു പോകരുത്. ഈ അഹ്ലുൽ കിസായിൽപ്പെട്ട മുത്തുനബിയുടെ മകൾ ഫാത്തിമ ബീവി മരുമകൻ അലിയാർ തങ്ങളിലൂടെ 5 സന്തതികൾ ഉണ്ടായത്. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കുന്നത് തെറ്റിദ്ധരിച്ചു പോകരുതെന്നുള്ള നിലക്കാണ്. 5 സന്തതികൾ ഉണ്ടായത്. ഒന്ന് ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, സൈനബ, ഉമ്മു കുൽസും. ഇതിൽ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാണ്. നബി തങ്ങളോട് നസബ തറവാട് ബന്ധം ചേരുന്നവരാണ്. അവരുടെ മക്കളെല്ലാം അങ്ങനെ തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ആൺമക്കൾ പരമ്പരയായി വരുന്നവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തറവാട് ബന്ധം ചേർക്കപ്പെടുന്ന, രക്തബന്ധം ചേർക്കപ്പെടുന്ന പേരസന്തതികളാണ്. അൽ അജാജത്തു സുർനബിയ ഫി സുലാലത്തി സൈനബിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമയുടെ 2 പെൺകുട്ടികൾ ഉമ്മു കുൽസും, സൈനബ ബീവി, ഈ 2 പെൺകുട്ടികളിലൂടെ സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില വ്യക്തത ആവശ്യമുണ്ടായത് കൊണ്ടാണ് ഒന്നുകൂടെ ഞാൻ പറയുന്നത്. ഉമ്മു കുൽസും ബീവിയെ 4 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യമായി ചെറിയ പ്രായത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതിലൂടെ 2 കുട്ടികളുണ്ടായിട്ടുണ്ട് ഉമ്മു കുൽസും ബീവിക്ക്. അത് മാത്രമേ ഉമ്മു കുൽസും ബീവിക്ക് സന്തതികളായിട്ടുള്ളൂ. ഒന്ന് സെയ്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മകനും മറ്റൊന്ന് റുഖയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മകളും. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം ഉമ്മു കുൽസും ബീവിയെ കല്യാണം കഴിച്ചത് ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 3 മക്കളാണ്. ആദ്യമായി ഔന എന്ന മകൻ കല്യാണം കഴിച്ചു, അതിൽ സന്തതികളില്ല. രണ്ടാമതായി മുഹമ്മദ് എന്ന മകൻ കല്യാണം കഴിച്ചു, അതിലും സന്തതികളില്ല. മൂന്നാമതായി അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, അതിലും സന്തതികളില്ല. അപ്പോൾ മഹദിക്ക്, ഉമ്മു കുൽസും ബീവിക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ മാത്രമാണ് സന്താനങ്ങൾ ഉണ്ടായത്. പിന്നീട് ഈ ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹയുടെ 3ാമത്തെ ഭർത്താവായ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു ഭാര്യയാകുന്ന ഉമ്മു കുൽസുമിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ സഹോദരിയാകുന്ന സൈനബ ബീവിയെ കല്യാണം കഴിച്ചു. ആ സൈനബ ബീവിയിലൂടെയാണ് സന്തതികളുണ്ടായത്. ആ സന്തതികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. 5 സന്തതികളോടുകൂടെയാണ് സൈനബ ബീവി വഫാത്താകുന്നത്. അപ്പോൾ അവരിലൂടെ വരുന്ന പരമ്പരകൾ മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ എന്ന ലിസ്റ്റിൽപ്പെടും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തറവാട് ബന്ധം, നസബ ചേർക്കപ്പെടുകയില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമാറാട്ടെ.